Hello, welcome to Market Discussion of the Day. Today, March 10th, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ബാച്ച് അടുത്ത തിങ്കളാഴ്ച പുതിയൊരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ ഓൾറെഡി ഈ ആഴ്ചത്തെ എന്തൊക്കെയാണ് ന്യൂസ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഫ്രൈഡേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ആൾക്കാർ ഫ്രൈഡേയിലത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. ഓക്കെ, സോ കലണ്ടർ ബേസ് ചെയ്തിട്ട് ആവപ്പാടെ ബുധനാഴ്ച മാത്രം വെനസ്ഡേ CPIയുടെ ന്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബുധനാഴ്ച അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം കലണ്ടർ ബേസ് ചെയ്തിട്ട്. പക്ഷേ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന്. എനിക്ക് അതാണ് മെയിൻലി പറയാനായിട്ടുള്ളത്. ബിക്കോസ് റഷ്യ വാർ അവസാനിപ്പിക്കാനായിട്ടുള്ള US-ഉം ഉക്രൈനും തമ്മിലുള്ള ഒരു ചർച്ച സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ചിലപ്പോൾ അതൊരു ഒരു പീസ്ഫുൾ പീസ്ഫുൾ ചർച്ചയായിട്ട് മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് സീസ് ഫയർ വരാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട്. കാരണം ഒരുപാട് ഇപ്പം US-നെ സംബന്ധിച്ചിടത്തോളം US-ന്റെ ഉക്രൈന് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സപ്പോർട്ടും അവർ US പിൻവലിച്ചു എന്നുള്ളതാണ്. സോ അത് മാത്രമല്ല, മിലിറ്ററി എയ്ഡ് കട്ട് ചെയ്തു. ഇനിയും ഉക്രൈന് ഈ പറയുന്ന പർട്ടിക്കുലർ കാര്യത്തിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇൻ്റർനെറ്റ് വരെ കട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഉക്രൈന് വേറെ വഴിയില്ല, ഈ ഒരു സമാധാന ചർച്ചയിലോട്ട് പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ US പറയുന്നത് പോലെ നടത്തിയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നേരത്തെ ഉക്രൈൻ വെട്ടിപ്പിടിച്ച റഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ റഷ്യ തിരിച്ചു പിടിച്ചു എന്നുള്ള ന്യൂസുകളും വരുന്നുണ്ട്. അതെല്ലാം എന്താ പറയുക, ന്യൂസുകൾ വരുന്നതാണ്, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം അറിയില്ല. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് പൊളിറ്റിക്കലി ഉക്രൈൻ റഷ്യ ഭാഗത്ത് നിന്ന് നടക്കുന്ന കാര്യങ്ങൾ. സോ അതേപോലെ തന്നെ US പ്രസിഡന്റ് ഇറാന് ഒരു ലെറ്റർ അയച്ചു എന്നുള്ളൊരു കാര്യം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഒരു പീസ് ഡീലിന് വേണ്ടി, ഇസ്രയേലുമായിട്ടുള്ളൊരു പീസ് ഡീലിന് വേണ്ടിയിട്ട് ഇറാനിൽ ഒരു എന്താ പറയുക, ഒരു ലെറ്റർ അയച്ചു എന്നുള്ളൊരു കാര്യം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതൊരു പീസ് ഡീല് നടക്കാൻ വേണ്ടിയിട്ടാണ്, അത് എന്താവും എന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പൊളിറ്റിക്കലി നടക്കുന്നുണ്ട്. അതേപോലെ കനേഡിയൻ പ്രസിഡന്റ് മാറാൻ പോകുന്നു. ഓക്കെ, അപ്പം കാനഡയ്ക്കൊക്കെ US കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക താരിഫ് പുതിയ പ്രസിഡന്റ് എങ്ങനെയായിരിക്കും നേരിടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഈ ഒരു ന്യൂസുകളും നമ്മൾ ഉറപ്പായിട്ടും മനസ്സിൽ വെക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷമായിരിക്കും. ഓക്കെ, അതായത് US മാർക്കറ്റ് മാത്രം ഓടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ സമയം 8:30 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സമയം 2:30 ശേഷം ആക്ച്വലി യൂറോപ്പും US-ഉം കൂടെ ആയിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് 8:30 ആകുമ്പോഴത്തേക്ക് യൂറോപ്പ് ക്ലോസ് ആവും. അപ്പം അതിനുശേഷം എന്താ പറയുക, US മാത്രം ഓപ്പണായി പോകുന്നൊരു സമയമായിരിക്കും. അപ്പോഴായിരിക്കും കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു സമയത്തായിരിക്കും ഇന്നും ആ ഒരു ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ, പൊളിറ്റിക്കലി നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ, JPY ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 146.99 ആ ഒരു റേഞ്ചിലാണ് JPY ഇപ്പോൾ നിൽക്കുന്നത്. സോ JPY എവിടെയാണ് ഇപ്പം 146 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്യാം. 148 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു സെല്ല് ചെയ്യാം. 148 സെല്ല് ചെയ്യുകയാണെങ്കിൽ 147.40 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യമാണ്. ടേക്ക് പ്രോഫിറ്റ് 146 വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് ക്ലോസ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ട്രേഡ് എടുക്കാതിരിക്കുക. റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. ഓക്കെ, 146 അവിടെ കിട്ടിയാൽ ഒരു മാർക്കറ്റ് ടൈമിങ്ങിലും അതിൻ്റെ താഴോട്ട് പോകുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് JPY പറയാനായിട്ടുള്ളത്. ഓക്കെ, യൂറോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോയിൽ
നല്ല കാര്യം. ആക്ച്വലി ജെ പി വൈയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും. കൃത്യമായിട്ടൊരു റേഞ്ച് നമുക്ക് കിട്ടുന്നില്ല ജെ പി വൈയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് നാളെ തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അത് മാത്രമല്ല, ഇന്ന് രാത്രി UK ടൈമിംഗ് 12:30 മണിക്ക് ജെ പി വൈയുടെ GDP അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് അത് വന്നതിന് ശേഷം മാർക്കറ്റിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ട്രേഡ് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം എടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 1.0866 സോ നമ്മൾ വെള്ളിയാഴ്ചയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച രാവിലെ നമുക്ക് 1.0800 അവിടെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇത് 2:30 ഇന്ത്യൻ ടൈമിംഗ് 2:30 ഒരു ക്യാൻഡിലാണ്, അതായത് ഏഷ്യ ക്ലോസ് ആയ ഒരു ക്യാൻഡിലാണിത്. സോ 1.0800 മുകളിലായിട്ട് തന്നെയാണ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവിടുന്ന് നല്ലൊരു ബൈ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 പിപ്പെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.088 അല്ലെങ്കിൽ 0.900 ഒക്കെ ആകുമ്പോൾ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ പറയാനായിട്ടുള്ളത്. സോ ഇനിയും നമുക്ക് 1.0800 മുകളിലായിട്ട് തന്നെയാണ് ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനും അത് ക്ലോസ് അതിൻ്റെ താഴെയായിട്ടൊരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് വീണ്ടും ബൈ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ച് ട്രേഡ് എടുക്കാം. GBP എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ലോവർ പോയിന്റും ബൈ പോയിന്റ് ആണ്. ബെറ്റർ ബൈ പോയിന്റ് 1.2800 ആണ്. അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബൈ പോയിന്റ് ആണ്. എല്ലാ ലോവർ പോയിന്റും ബൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ലോങ്ങർ ടൈമിൽ വേണമെങ്കിലും 1000 പിപ്പോളം നമുക്ക് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതേപോലെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് തീരുമാനമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആക്ച്വലി ഗോൾഡിൽ. അപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ പക്ഷേ ഞാൻ നേരത്തെ ഫ്രൈഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2900 അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 2900 അടുത്ത് കിട്ടുകയാണ്, അടുത്ത ക്യാൻഡിലും 2900 മുകളിൽ തന്നെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഗോൾഡിൽ. ഓക്കെ, സോ നമുക്കൊരു ലോങ്ങർ ടേമിൽ അല്ലെങ്കിൽ നാളെ CPIയോട് അടുത്തിച്ച് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2980 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. 2900 തൊട്ട് 2960 വരെയെങ്കിലും ഇന്നും നാളെയായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ ചർച്ച നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും മനസ്സിൽ വിട്ടു പോവാതിരിക്കുക. മിക്കവാറും ഉക്രൈന് വേറെ വഴിയില്ല, ഉക്രൈന് പീസ് ചർച്ചയിലോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ചിലപ്പോൾ ഇൻ്റർനെറ്റ് വരെ കട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ്. സോ അതുകൊണ്ടിട്ട് അവർക്ക് പീസ് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, ട്രേഡ് വാർ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. കാനഡ നേരത്തെ പറഞ്ഞല്ലോ, കാനഡയിൽ പുതിയ പ്രസിഡന്റ് വരുന്നുണ്ട്. കാനഡയും യൂറോപ്പുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഇന്ന് എന്താ പറയുക ഗോൾഡിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2900 അടുത്ത് വെച്ച് ഇപ്പോൾ ഒരു പോയിന്റിൽ വേണമെങ്കിലും ബൈ ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്ക് 2891 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതെ തന്നെ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 2930 വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേം സെല്ല് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ അത് ഞാൻ ഒരുപാട് ലോട്ട് എടുത്ത് ചെയ്യണം എന്നല്ല. 1 ലോട്ട് ചെയ്യുന്ന ഒരാൾ 0.1 ലോട്ടോ 0.2 ലോട്ടോ എടുത്ത് അവിടുന്ന് വേണമെങ്കിൽ സെല് ചെയ്യാം. കാരണം ട്രെൻഡ് അപ്പാണ്, അതുകൊണ്ടാണ് അതിന് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കരുത് എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ പിന്നെ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ നടുക്ക് കയറി ട്രേഡ് എടുക്കാതിരിക്കുക. നല്ലൊരു പോയിന്റ് എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് ടൈമിംഗ് നോക്കി ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.